സാനു മാസ്റ്റർ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചേട്ടനാണ്. ചേട്ടനാകാനൊരു കാരണമുണ്ട്. ഞങ്ങൾ രണ്ടും ഒരേ പ്രദേശത്ത് നിന്ന് വന്നവർ. ആലപ്പുഴ ജില്ല. ഞാൻ മാവേലിക്കരയും ചേർത്തലയും പിന്നെ തിരുവനന്തപുരത്തൊക്കെ, അത് തിരുക്കൊച്ചിക്കൊക്കെ മുമ്പുള്ള കാലമാണ്. അന്ന് തന്നെ അദ്ദേഹം അതുപോലെ അവിടെ നിന്ന് എറണാകുളത്ത് വന്നത്. ഞാൻ 1976 ഇവിടെ വന്നത്. അന്ന് മുതൽ തന്നെ ധാരാളം ഞാൻ പ്രസംഗിക്കാൻ പോകുമായിരുന്നു. ഏറെ പ്രസിദ്ധനായിരുന്നു. അതിന് മുമ്പ് തന്നെ വെളിയിൽ വെച്ച് തന്നെ ഒരുപാട് എഴുതി പലതരം ക്യാരക്ടേഴ്സും അതും ഇതൊക്കെ. അപ്പോൾ പോകുന്ന വഴിക്ക് കാറിലിരുന്നുകൊണ്ട് ആണ് അദ്ദേഹം ഞാനുമായിട്ടുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്നത്. അതിമനോഹരമായിട്ട് അതിഗംഭീരമായിട്ട് ഈ കൾച്ചറിനെ പല കാര്യങ്ങൾ, ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച്, പാതാളത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭൂമിയെക്കുറിച്ച്, റോട്ടി കപ്പട മക്കാൻ കാര്യങ്ങളെക്കുറിച്ച്, പുരാണങ്ങളെക്കുറിച്ച്, ഭഗവത്ഗീതയെക്കുറിച്ച് എൻ്റേതായ സ്വന്തമായ അനുഭവങ്ങൾ വളരെ ഉണ്ടായിരുന്നു. കടുവകളെക്കുറിച്ച് പലതും ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ഇതുവരെ അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഞങ്ങളുടെ ആലപ്പുഴ ആ ഭാഗത്തുള്ളതായതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ എൻ്റെ മൈൻഡിലേക്ക് കയറും. അതൊക്കെ ഇദ്ദേഹം പറഞ്ഞു തരും ചിരിച്ചുകൊണ്ടാണ്. അതാ ഒറ്റ വ്യത്യാസം. സാധാരണ ഗൗരവമായിട്ടിരിക്കുന്ന അദ്ദേഹം മുഴുവൻ ചിരിക്കുക. എന്താണെന്നറിയോ, തമാശയായിട്ട് പറയും, മനുഷ്യർക്ക് മൃഗങ്ങളിൽ നിന്നുള്ള പ്രധാന വ്യത്യാസം ചിരിക്കാൻ കഴിവുണ്ടെന്നുള്ളത്. ചിരിക്കാനുള്ള കഴിവ് നമുക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ചിരിക്കാനുള്ള കഴിവ് ആണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ജീവിതത്തിൽ വ്യക്തിപരമായ പലതരം പ്രശ്നങ്ങൾ നേരിട്ട ആളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ഉള്ളിലൊരു ചിരിയുണ്ടായിരുന്നു. അത് അദ്ദേഹം നിലനിർത്തിക്കൊണ്ടിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 100% ഞാൻ പറയുന്നത്, അദ്ദേഹം ഇന്നതിന് ശേഷവും പ്രേതമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ ഞാനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ സ്വപ്നത്തിലായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും കണ്ടുപിടിക്കാൻ പോകുന്ന ഒരുപാട് പുതിയ കാര്യങ്ങളുടെ ഭാഗമാകാം. ബട്ട് എനിക്ക് അദ്ദേഹം മരിച്ചിട്ടില്ല. അദ്ദേഹം ഇന്നും എൻ്റെ ഒപ്പമുണ്ട്, ഇനിയും ഉണ്ടാവും. ഞാനും അവിടെ എത്തുന്നവരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരിക്കും.